But anyway, we are going to the second chapter. ഞാൻ ലെറ്റസ് അസസിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്ന് ആൻസർ കൂടി അയച്ചു തരാം. എനിക്ക് തോന്നി ഇപ്പോൾ നാളത്തോട്ട് എക്സാം നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നേരമൊന്നും കിട്ടൂല. എന്നല്ല, ഇനിയിപ്പോൾ എക്സാം ഇങ്ങനെ ത്രോട്ട് നടക്കുന്നുണ്ട്. സോ എക്സാം കഴിഞ്ഞോട്ടെ. ഓക്കെ, ട്യൂസ്ഡേ എക്സാം കഴിഞ്ഞോട്ടെ. അതിനുശേഷം നിങ്ങൾ ലെറ്റസ് അസസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട. എന്നാലും ടീച്ചർ അത് അയച്ചിട്ടോളാം. After Tuesday, there will be Onam holidays will be there. 4 days holidays ഉണ്ടെന്ന്. അപ്പോൾ ആ ദിവസം കൊണ്ട് നിങ്ങൾ ലെറ്റസ് അസസ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എക്സ്ക്യൂസ് ചോദിക്കലും. അതിനുശേഷം ഞാനത് അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമൊക്കെ റെഡിയായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് വിലയിരുത്താമെന്നുള്ളതും ഫുൾ നോട്ട്സ് നിങ്ങൾ ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. വാട്സാപ്പിൽ അയക്കേണ്ട. വാട്സാപ്പിൽ അയച്ചാലാണ് ഫോണൊക്കെ നമ്മുടെ മെമ്മറി പ്രോബ്ലം വരിക. സോ ഇപ്പോഴേ ടീച്ചർ പറയുകയാണ്, ഓണം ഹോളിഡേയ്സ് എക്സാം എല്ലാം കഴിഞ്ഞ് ഓണം ഹോളിഡേയ്സ് കഴിഞ്ഞ് വരുന്ന സമയത്ത് 4 ദിവസം നിങ്ങൾക്ക് എന്തായാലും ഹോളിഡേ ആണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ നോട്ട് ഫുള്ള് വീഡിയോ എടുത്ത് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അതിനുള്ളിൽ ലെറ്റസ് അസസിൻ്റെ ആൻസേഴ്സും കൂടെ അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. Second chapter is based on the magnetism. കളിക്കാത്ത ആരുണ്ടാവില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സാധനം തന്നെയാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതിൽ in the first page itself there are 2 magnets are shown there. Okay, figure 2.1 and figure 2.2, there are 2 magnets are shown there. You are familiar with that magnets. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. അഭിജിത്തയാ, മോനെ ഫിഗർ 2.1 കാണിച്ചിരിക്കുന്നു. 2.2 മാഗ്നറ്റ് കണ്ടല്ലോ. Also, which is the first magnet shown there? ഫിഗർ 2.1 കാണിച്ചിരിക്കുന്ന മാഗ്നറ്റ് ഏതാ മോനെ? അയ്യോ, 2.1 കാണിച്ചിരിക്കുന്ന മാഗ്നറ്റ് കണ്ടിട്ട് ഒരു പിടുത്തമില്ല. അതെന്താ അഭിജിത്തെ? നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ മാഗ്നറ്റിനെ കുറിച്ച്? യെസ്, ബാർ മാഗ്നറ്റ് ആണല്ലേ. അത് ആരാ പറഞ്ഞ? അഭിജിത്ത് അല്ലല്ലോ അല്ലേ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ് ഏഞ്ചൽ. ദാറ്റ്സ് എ ബാർ മാഗ്നറ്റ്. ആ ഷേപ്പ് നമ്മൾ പഠിച്ചില്ലേ 8th മാഗ്നറ്റിൽ? ദാറ്റ് ഈസ് കോൾഡ് എ ബാർ മാഗ്നറ്റ്. And in the second chapter, figure 2.2, there is another magnet is shown. Abhijit J. Abhijit, second magnet il kandad edha mone? Electromagnet aanu. Very good, electromagnet aanalle. ആ 2 മാഗ്നറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ 8th തന്നെ ഫസ്റ്റ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 2 പഠിച്ചാണ്. ബാർ മാഗ്നറ്റ് ഇസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. അതൊരു നമുക്ക് ഇപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ബാർ മാഗ്നറ്റ് ഇല്ല, സ്കൂളിലാണെങ്കിൽ ലാബിൽ അത് കാണിച്ചു തരാമെന്ന്. ഈ ഷേപ്പിലുള്ള മാഗ്നറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ളതാവുമല്ലോ ഈ ഷേപ്പിലുള്ള മാഗ്നറ്റൊക്കെ. സോ ദിസ് ഇസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടൈപ്പ് മാഗ്നറ്റ് ആണ്. ഇതിൻ്റെ പല ഷേപ്പ് നിങ്ങൾക്കറിയാം അല്ലേ? കടയിലൊക്കെ വാങ്ങിയെങ്കിൽ സ്പീക്കറിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ മാഗ്നറ്റ്? ഓക്കെ, യു ഹാവ് മാഗ്നറ്റ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ടൈപ്പ് ഒരു മാഗ്നറ്റ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഈ ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ് ഫിഗർ 2.1 കാണിച്ചിരിക്കുന്നത്. ബട്ട് ബാർ മാഗ്നറ്റ് ആണ് നമ്മൾ എപ്പോഴും എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇൻ ദ സെക്കൻഡ് കേസ് ഓൺലി കോപ്പർ കോയിൽസ് ആർ ഷോൺ ദെയർ. അതിനകത്ത് കോപ്പറിൻ്റെ കോയിലാണ് കാണിച്ചിരിക്കുന്നത്. കോപ്പർ കോയിൽ വരച്ചിട്ടിരിക്കുക. ദാറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഓൾസോ വി ഹാവ് ലേൺഡ് ഇൻ ദ 8th സ്റ്റാൻഡേർഡ്. നമ്മളത് പഠിച്ചാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ള രീതിയിൽ ഓർമ്മയുണ്ട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഇലക്ട്രോമാഗ്നറ്റ് പഠിച്ചത് 8th സ്റ്റാൻഡേർഡിൽ? പേര് വിളിക്കുന്നില്ല. പേര് വിളിച്ച ചില ആരും മിണ്ടൂല. അറിയാവുന്ന ഒരാൾ ആരുണ്ട്? ഞാൻ പറഞ്ഞ ബോറാണ് 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണ്ടേ? എന്നാ മോളെ ഗായത്രി പറഞ്ഞേ മോളെ. ഓക്കെ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു സാധനം ഓർമ്മയുണ്ടാവും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ട്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് ഓർമ്മയുണ്ട് 8ാം ക്ലാസ്സിൽ.
ആ യെസ്, ഒരു സോഫ്റ്റ്. നമ്മളൊരു ജസ്റ്റ് ഇരുമ്പിൻ്റെ ആണി എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ just take an iron nail. What we should do then, ഇതേപോലെ ഒരു ആണി എടുത്തിട്ട് നിങ്ങൾ 8ാം ക്ലാസ്സിൽ എന്താ ചെയ്തേ? പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോളൂ. ഇതേപോലെ ഒരു മാഗ്നറ്റ് വെച്ച് നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരച്ചോണ്ടിരിക്കും. അത് നമ്മൾ പഠിച്ചാണ്, മാഗ്നറ്റൈസേഷൻ ബൈ ഇൻഡക്ഷൻ. ഉരച്ച ശേഷം ദിസ് ബിക്കംസ് എ മാഗ്നറ്റ്. അത് നമ്മൾ പഠിച്ചാണ് 8ാം ക്ലാസ്സിൽ. ഓക്കെ, അത് മാഗ്നറ്റൈസേഷൻ ബൈ ഇൻഡക്ഷൻ ആണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ആ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ പഠിച്ചാണ് ഈ സംഭവം. ഓർത്ത് നോക്കൂ, ഓർമ്മ വരും. ആർക്കെങ്കിലും ഓർമ്മ വരാതിരിക്കുമോ? യെസ്, അത് തന്നെയാണ്. ടേക്ക് ദ സ്റ്റെപ്പ് ഓഫ് ആൻ അയൺ നെയിൽ ആൻഡ് വി ഹാവ്. ഇതിനൊക്കെ ഒരു അയൺ നെയിൽ നമ്മുടെ വീട്ടിലുള്ളൊരു ഇന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് വീട്ടിൽ. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിട്ട് ടീച്ചർ ഒരു വീട്ടിൽ നിന്നും പരീക്ഷണം എന്ന് പറഞ്ഞൊരു പോസ്റ്ററൊക്കെ അയച്ചു തന്നിരുന്നു. ആരുടെ റെസ്പോൺസ് കണ്ടില്ല? ആരും പങ്കെടുക്കുന്നില്ലേ? ആർക്കെങ്കിലും ഇതിനൊക്കെയുള്ള പരീക്ഷണങ്ങൾ ചെയ്ത് ഓർമ്മ ഉണ്ടെങ്കിൽ ചെയ്ത് അയക്കൂ കേട്ടോ. 10ാം ക്ലാസ്സിൽ നിന്ന് മാറിയ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, എനിവേ ടേക്ക് ആൻ അയൺ നെയിൽ ലൈക്ക് ദിസ്. നമുക്കിതേ നമ്മുടെ വീട്ടിലുണ്ടാവും ഒരു അയൺ നെയിൽ എടുക്കാം. ആൻഡ് യു ജസ്റ്റ് വാണ്ട് കോപ്പർ വയർ അറൗണ്ട് ഇറ്റ്. കോപ്പർ വയർ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. പഴയ വയറിങ് എങ്ങാനും ചെയ്തതിൻ്റെ ബാക്കി നിങ്ങളുടെ വയർ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ടാവും. അതിൻ്റെ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ അങ്ങ് മാറ്റിയാൽ മതി. പ്ലാസ്റ്റിക് ഇൻസുലേഷൻ മാറ്റണമെന്നില്ല. സോ അത് കേട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പർ വയറിനെ ഇങ്ങനെ മൗണ്ട് ചെയ്യണം. Then after that what should we do? പിന്നെ എന്തായിരുന്നു മക്കളെ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനകത്ത് കോപ്പർ വയർ ചുറ്റി വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതിയോ? കേട്ടില്ല. We should pass electricity through it. Okay, to pass electricity what should we do? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കാൻ നമ്മൾ എന്ത് വേണം? ഇതിനകത്ത് കറണ്ട് കടത്തി വിടണമെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? കറണ്ട് എന്ന് വിളിച്ചാൽ കറണ്ട് വരുമോ? യെസ്, വി ഷുഡ് കണക്ട് എ സെൽ അല്ലേ? നമ്മൾ ബാറ്ററി എന്ന് പറയും. അതർവൈസ് യു ക്യാൻ സെൽ ഇറ്റ് എസ് സെൽ. ഒരെണ്ണം യൂസ് ചെയ്താൽ ആക്ച്വലി ഇറ്റ് ഇസ് സെൽ. more than one cell is connected, it is called a battery. Anyway, you should connect a cell. When cell is connected, what happens? മക്കളെ, സെല്ല് കണക്ട് ചെയ്ത് എന്ത് നടക്കും മക്കളെ? മക്കളെ പറയും മക്കളെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്താല് എന്ത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്താല് ഇനി എന്ത് നടക്കും? If a cell is connected, what should happen then? Current pass through this wire അല്ലേ? ഇനി കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങത്തില്ലേ മക്കളെ? ആണോ? പാസ് ചെയ്യും അല്ലേ? സോ വെൻ കറണ്ട് പാസസ് യു ക്യാൻ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ടീച്ചർ പറയാണ്. Just take an iron nail, want an copper wire around the iron nail, then connect a cell to it. When cell is connected, current starts passing through this copper wire. So, എന്നിട്ട് നമ്മൾ അതിൻ്റെ തിയറി ഒന്നും 8ാം ക്ലാസ് പഠിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇത്രയും പഠിച്ചുള്ളൂ. ഇത്രയും വലിയ ആണിയൊന്നും കൊണ്ടുവരലും, ഒരു ചെറിയ ആണി. ഓക്കെ, ചെറിയ ആണി ഇതിനടുത്തോട്ട് കൊണ്ടുവന്നാൽ യു ക്യാൻ സി ദിസ് അയൺ നെയിൽസ് ആർ അട്രാക്റ്റഡ് ടു ദ ബിഗ് ആണി. ഇതിൻ്റെ ഈ സൈഡിൽ കൊണ്ടുവന്നാലാണ് കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. അതാണ് നമ്മൾ പഠിച്ചത്. So that this we are calling as electromagnet. Okay, ആ ഇലക്ട്രോമാഗ്നറ്റ് ആണ് ആക്ച്വലി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് പ്രാക്ടിക്കലി ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പോലെ ദാറ്റ് വി ഹാവ് ലേൺ ഇൻ ദ 8th സ്റ്റാൻഡേർഡ് ആക്ച്വലി. അത് തിയറിയൊക്കെ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ആർക്കെങ്കിലൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ കേട്ടോ. എനിവേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബാർ മാഗ്നറ്റിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മ വരേണ്ടതിരിക്കുന്നു. സോ യു നോ when a bar magnet is taken or any magnet is taken and an iron nail is brought near to the bar magnet. ഇനി ആർക്കും ബാർ മാഗ്നറ്റ് അറിയില്ല എന്ന് പറയില്ല കേട്ടോ. ഷേപ്പ് കാണിച്ചാൽ
This is the shape of the bar magnet. So at the one end it is north south and another end it is north. അതിൽ കാണിച്ചിട്ട് നോർമലി ബ്ലൂ കളർ സൗത്തും റെഡ് കളർ നോർത്തും ഒക്കെ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഡെപ്പിക്റ്റ് ചെയ്യാറുള്ളത്. സോ ഇനി ആരും ഇത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല പറയില്ലും. ദിസ് ഇസ് എ ബാർ മാഗ്നറ്റ്. ഓക്കെ, സോ when an iron nail is brought near a magnet, what happens? എന്ത് ചെയ്യും? It attracts. അതുകൊണ്ട് തൊടണം നിർബന്ധമുണ്ടോ? ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ മുട്ടിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല, ജസ്റ്റ് അടുത്ത് കൊണ്ടുവന്ന് തന്നെ എന്ത് ചെയ്യും? ഇറ്റ് സ്റ്റാർട്ട്സ് അട്രാക്റ്റിംഗ് അല്ലേ? വൈ ഈസ് ഇറ്റ് സോ? എന്താ കാര്യം? എന്താ മക്കളെ കാര്യം? Because of the magnetic force by the magnet. Is very good. Because of the magnetic force around a bar magnet. There is magnetic force around a bar magnet, or not only bar magnet, around all the magnets there is magnetic force. Okay, and due to the magnetic force it gets attracted. And if two magnets are brought together, what may happen? ഞാൻ ആരോടും പേരെടുത്ത് ചോദിക്കുന്നില്ല കേട്ടോ, കാരണം പേരെടുത്ത് ചോദിച്ചാൽ ആൻസർ കിട്ടാൻ ഒരുപാട് വൈകി ഞാൻ. അതുകൊണ്ടാണ് ഞാനിപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങളും കൂടെയാണ്. If two magnets are brought together closely, what may happen? രണ്ട് മാഗ്നറ്റ് it may attract or repel. Yes, very good. Yes, very good, Angel. It may attract or repel. Okay, that force between the magnets or the force between a magnet and a magnetic material we are calling as the magnetic force. ഒരു മാഗ്നറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. രണ്ട് മാഗ്നറ്റ്സ് അടുത്തടുത്ത് കൊണ്ടുവന്നാൽ ഇറ്റ് മേ റിപ്പൽ ഓർ അട്രാക്ട്. ദാറ്റ് മീൻസ് റിപ്പൽഷൻ എന്ന് പറയുന്നതും അട്രാക്ഷൻ എന്ന് പറയുന്നതും ഫോഴ്സസ് ആണ് അല്ലേ? പുള്ള് ചെയ്യുകയാണെങ്കിൽ അട്രാക്ഷൻ, പുഷ് ചെയ്യുകയാണെങ്കിൽ റിപ്പൽഷൻ. സോ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ട് പുൾ ഓർ പുഷ്. വാട്ട് ഈസ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സിംപ്ലി പറയും പുൾ ഓർ പുഷ് ഈസ് കോൾഡ് ഫോഴ്സ് എന്ന്. ആക്ച്വലി അട്രാക്ഷൻ മീൻസ് പുള്ളിങ് ആണ്, റിപ്പൽഷൻ മീൻസ് പുഷിങ് ആണ്. സോ magnet can exert force. That force we are calling magnetic force. Simple ആണ്. മാഗ്നറ്റ് കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ വിളിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ്. സോ വി ഓൾറെഡി നോ ദർ ഇസ് മാഗ്നറ്റിക് ഫോഴ്സ് അറൌണ്ട് ദിസ് മാഗ്നറ്റ്. ഇവിടെ അയണയിൽ കൊണ്ടുവച്ചാലും ഇറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്? അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 8ാം ക്ലാസ്സിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ചുറ്റും എന്തായാലും ദർ ഇസ് എ മാഗ്നറ്റിക് ഫോഴ്സ് അറൌണ്ട് എ മാഗ്നറ്റ്. ടു ഡെപ്പിക്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സസ്, നമുക്ക് ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ കാണാൻ പറ്റുന്ന സാധനമല്ല. ഓക്കെ, പക്ഷെ നമുക്ക് ആ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യണം. സോ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ക്യാൻ വി സീ ദ മാഗ്നറ്റിക് ഫോഴ്സ് അറൌണ്ട് ഇറ്റ്? ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ബട്ട് ദർ ഇസ് എ മാഗ്നറ്റിക് ഫോഴ്സ്, വി ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യാം. ഒരു ആണി കൊണ്ടുവന്നാൽ വി ക്യാൻ ഫീൽ ദ മാഗ്നറ്റിക് ഫോഴ്സ് നിയർ ദ മാഗ്നറ്റ്, ബട്ട് വി കനോട്ട് സീ ദിസ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ബൈ സംതിങ്. നമുക്ക് കാണാനോ ഡെപ്പിക്റ്റ് ചെയ്യാനോ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യണം. സോ to depict the magnetic force, to represent the magnetic force, we are drawing lines. Okay, lines. നമ്മൾ വരകൾ വരച്ചിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പറഞ്ഞോളൂ. Yes, very good. That lines we are calling as the magnetic field lines. So there is a term magnetic field. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല. Magnetic field means the space around a magnet where we can feel the magnetic force. Okay. ഇപ്പോൾ ഞാൻ if I am keeping an iron nail over here, can it attract the magnet? This nail can be attracted by the magnet. ഉറപ്പ് പറയാൻ പറ്റുമോ നമുക്ക്? പറ്റും. ഒരുപാട് ദൂരെ കൊണ്ടുവച്ച് ഇനി ഒരുപാട് ദൂരെയാണ് വെക്കുന്നതെങ്കിൽ അട്രാക്ട് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഇത്രയും ദൂരെ വെക്കുന്നത് രണ്ടും കൂടെ അട്രാക്ട് ചെയ്യുമായിരിക്കുമോ? ഇല്ല. അപ്പോൾ ശരിക്കും മാഗ്നറ്റിന് ചുറ്റും ക്ലോസ് ആയിട്ടൊരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത്രയും റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
The space around a magnet where the force can be experienced is called yes, പറഞ്ഞോളൂ മോളെ. Magnetic field. Magnetic field. ആ പേരിൽ തന്നെ മനസ്സിലാക്കാം. It is called magnetic field. Okay, so to represent the magnetic field, we are drawing lines. That lines we are calling as the Magnetic field line. magnetic field lines. Okay. Need to so the shape, the only quantity മാത്രമല്ല, there is a particular shape for the magnetic field. Shape, when the shape of the magnet changes, the shape of the magnetic field also around it changes. Okay, our magnetic field lines in shape ഉണ്ട്, that depends on the shape of the magnet. Shape bar magnet മാറി ഡിസ്ക് മാഗ്നറ്റ് ആകുമ്പോൾ ഷേപ്പ് മാറും. ഓക്കെ, എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാ മാഗ്നറ്റിൻ്റെ ചുറ്റുമുണ്ട്, ബട്ട് ഡിപ്പെൻസ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റ്. ദ ലൈൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓൾസോ ചേഞ്ചസ്. അത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കാണാത്തൊരു കാര്യം എങ്ങനെയാണ് നമ്മൾ പറയാൻ പറ്റുക? വി ഹാവ് ടു ഡു എക്സ്പെരിമെൻറ്റ് ചെയ്താണ് നമ്മൾ ഈ ലൈൻസിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ ലോവർ ക്ലാസ്സസിൽ നമ്മൾ 8th ഷേപ്പ് അറൗണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ഓൾറെഡി ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ത്രൂ ആൻ എക്സ്പെരിമെൻറ്റ് വി ക്യാൻ സീ ദിസ്. എനിക്ക് തോന്നുന്നത് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. എളുപ്പ വഴി, ഇതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് ചുറ്റും കുറച്ച് put some iron filings around a bar magnet. Then just tap it. നമ്മളൊരു സർഫസിൽ ഒരു കാർഡ്ബോർഡിൽ അങ്ങനെ വെച്ചിട്ട് ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ട് അതിന് ചുറ്റും കുറച്ച് അയൺ ഫൈലിങ്സ് ഇട്ട് കൊടുക്കുക. അയൺ ഫൈലിങ്സ് മീൻസ് ഫൈൻ പൗഡർ ഓഫ് അയൺ ആണ് നമ്മൾ അയൺ ഫൈലിങ്സ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ കൊട്ടി കൊടുക്കുക. ദെൻ വി ക്യാൻ സീ. കണ്ടോ നിങ്ങൾ എക്സാമ്പിൾ കണ്ടതാണോ അത്? കണ്ടോ? So you can see iron filings are arranged in this order. ഈ ഒരു ഷേപ്പിലാണ് അയൺ ഫൈലിങ്സ് അറേഞ്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതല്ല, ഇഫ് യു ആർ ഗോയിങ് ടു ടേക്ക് സയൻസ് ഗ്രൂപ്പ് ഇൻ +1 or +1 +2, അവിടെ നമ്മൾ അയൺ ഫൈലിങ്സ് ഒന്നും യൂസ് ചെയ്തില്ല. കറക്റ്റായിട്ട് മാഗ്നറ്റിക് കോമ്പസ് വെച്ച് ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കും. There we are using magnetic compass. അതിപ്പോൾ എങ്ങനെയാണെന്ന് ടീച്ചർ പറയുന്നില്ല, ഒരുപാട് സമയം പോവും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. Around a bar magnet, there is a space around a bar magnet where the magnetic force can be experienced. That field, that space around a magnet is called a magnetic field. To represent the magnetic field, we are using lines. Such lines we are calling as magnetic field lines. The shape of the magnetic field lines depends on the shape of the bar magnet that we can find through an experiment. നമുക്ക് എല്ലാം ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഫുൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത്ര സിമ്പിളായിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒന്നുമല്ല. ബട്ട് ഓൾ ദി എക്സ്പെരിമെൻറ്റ്സ് ആർ ഷോൺ ഇൻ ദി വിക്ടേഴ്സ് ക്ലാസ്, കാരണം അതിനുള്ള സാങ്കേതിക സഹായങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ എല്ലാം കണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാണ് ഈ ഷേപ്പ് വന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ഒന്നുകൂടി പോയി ആ വിക്ടേഴ്സിൻ്റെ ക്ലാസ് കാണുക. ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും അയച്ചു തരാം. നിങ്ങൾ പർട്ടിക്കുലർ ലിങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് അതിൽ തന്നെ കാണണം. തിയറി ടീച്ചർ ക്ലാസ്സിൽ എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ആണോ? എന്നാൽ ടീച്ചർ കുറച്ച് പേര് അറ്റൻഡൻസ് വിളിച്ച് നോക്കട്ടെ, ഇതിനിടയ്ക്ക് ആൾക്കാരുണ്ടോ നോക്കട്ടെ. അഭിനവ് MS. Then Abhinav B. Present teacher. ഓക്കെ, ഓക്കെ. അതിന് മുന്നേ ഒരു കാര്യം, അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ജസ്റ്റ് റഫായിട്ട് യു ജസ്റ്റ് ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ഒരു മിനിറ്റ് മതി, റഫായിട്ട് ബുക്കിൻ്റെ ബാക്കിലായാലും മതി. ഒന്ന് പഠിച്ചൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. അറൗണ്ട് എ ബാർ മാഗ്നറ്റിന് ഷേപ്പിച്ചിട്ടുള്ള ഷേപ്പ് ഒന്ന് വരച്ച് തന്നെ. ഞാൻ പറയുന്നതാണ്, ഇനി ഒന്ന് ക്യാമറ ഓണാക്കി കാണിക്കണേ. അഭിഷേക് എസ്. അബി മാത്യു. അഭിമത്തായി, സോറി, ഇല്ല. Then Abin Biju.
Adi Shankar, Present teacher. Adityanath, Present teacher. Adityan A, Present teacher. Advaita RJ, Present teacher. Abin Saji, Albin Saji, Alina S. Matthew, Present teacher. Alia S, Present teacher. Amal Lal, Present teacher. Amal V. Present teacher. Okay, Amal, then show your notebook. പഠിച്ചൊന്ന് കാണിച്ചേ അമൽ. ടീച്ചറെ കേട്ടില്ലായിരുന്നു, എന്തോ വരയ്ക്കാൻ പറഞ്ഞു. ആഹാ, എന്താ ഇതെന്നെ വരയ്ക്കാൻ പറഞ്ഞത്? ബാർ അതാണോ? അത് ഞാൻ പകുതി വരച്ചോണ്ടിരിക്കുക. എന്നാ പകുതി വരച്ചത് കാണിച്ചോളൂ. ശരി ടീച്ചർ. Okay, very good, very good. Okay, so we can draw the magnetic field lines around a bar magnet. അത് നമ്മൾ 8th പഠിച്ചു, നമ്മളിപ്പോൾ ഒന്നുകൂടെ വരച്ചു. എല്ലാവരും നോട്ട്ബുക്കിലൊന്ന് വരച്ചോ? ഞാൻ ഇടയ്ക്ക് ആൾക്കാരെ ഒന്ന് വിളിക്കൂട്ടോ, വരച്ചേക്കൊന്ന് കാണിക്കാൻ. ഇതിനകത്ത് കുറേ ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കാനുണ്ട്. ഇനി ഇതിനകത്ത് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു. ഇനി we have to do one more thing. We have to draw the direction also. For a magnetic field there is direction. The direction is represented by നമുക്ക് always നമുക്ക് in the case of magnetic field lines നമ്മൾ എവിടെ പോലും ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുന്നതിരിക്കട്ടെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിൽ ചെന്ന് ആ ജംഗ്ഷനിൽ ചെന്നിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും അവിടെ. ഇങ്ങനെ നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക റോഡ് സൈഡിലൊക്കെ. ഹലോ, ആരും ഇല്ലേ? യെസ്, ആരോ മാർക്ക് യൂസ് ഇല്ലേ? വി വിൽ യൂസ് ആരോ മാർക്ക്. ആരോ മാർക്ക് കാണിച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ മീൻ ചെയ്യുക. So here also to show the direction of magnetic force, to show the direction of magnetic field, we are using arrow lines. Okay, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ ആരോ മാർക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കാനും we are using arrow mark. So direction സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ട്, നമുക്ക് തോന്നിയമാതിരി നമ്മൾ ഡയറക്ഷൻ ഇട്ട് കൊടുക്കലും. The direction of magnetic field is always shown from north to south. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ വരച്ചതിനകത്ത് യു ഹാവ് ടു പുട്ട് ദ ആരോ മാർക്ക് ഓൾസോ. ഓക്കെ, ഫ്രം മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് പോയിന്റ്സ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ എല്ലാവരും ആരോ മാർക്ക് ഇട്ടല്ലോ? കിട്ടോ? അമൃത എസ് കുമാർ, Present teacher. അമൃത ഒന്ന് കാണിച്ച് ആരോ മാർക്ക് കൂടിയിട്ട് ഒന്ന് കാണിച്ച് അമൃത. അമൃത Hello teacher. മോളെ ഒന്ന് കാണിച്ച് വരച്ചൊന്ന് കാണിച്ച മോളെ. Teacher. പറഞ്ഞു. Hello. പറഞ്ഞു. ഫോൺ ബുക്കിനകത്തോട്ട് മാറ്റി പിടിച്ചാൽ ബാക്ക് ക്യാമറ മാറ്റിയാൽ മതി മോളെ. ബുദ്ധിമുട്ടാണോ? സമയം പോകും. ഓക്കെ ഓക്കെ ശരിയായില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് ഞാൻ റഫായിട്ട് വരയ്ക്കാനല്ലേ പറഞ്ഞുള്ളൂ. then when I give the fair notes you have to draw it in the notebook. അപ്പം നീറ്റായിട്ടൊക്കെ വരച്ച് വെക്കണം കേട്ടോ. ഇപ്പം പഠിച്ചത് മനസ്സിലാക്കി പോകാനായിട്ടാണ് വരച്ചത്. സോ നൗ വി ഹാവ്, ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? we find the magnetic field lines around a bar magnet. How it is, what's the shape of the magnetic field around a bar magnet and what's the direction. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആക്ച്വലി നമ്മൾ 8th പഠിച്ച കാര്യമാണ്, ഇത് പുതുമയല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 10th നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഈസ്റ്റഡ് എന്ന് പറഞ്ഞ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ആക്ച്വലി ഫൈൻഡ് ചെയ്തത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ തുടക്കം വരുന്നത് ഈസ്റ്റഡ് എന്ന് പറയുന്നത്
സയൻറ്റിസ്റ്റ് ചെയ്ത എക്സ്പെരിമെൻ്റ് ചെയ്താണ്. അത് ആക്ച്വലി അദ്ദേഹം ആക്സിഡൻ്റലായിട്ട് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ആക്സിഡൻ്റലായിട്ടൊരു ഒബ്സർവേഷൻ കണ്ടു. പിന്നെ അതിൻ്റെ പുറമെ അദ്ദേഹം പോയി. അങ്ങനെയാണ് ശരിക്കും ഇത് ഈ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് വരുന്നത്. ദാറ്റ് വാസ് എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ആക്ച്വലി. അദ്ദേഹം ചെയ്ത് ഇത്രേ ഉള്ളായിരുന്നു. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആർക്കും പറയേണ്ടെന്ന് തോന്നുന്നു. when a cell is connected, the longer line represents the which pole, positive or negative? Positive. And the shorter one represents the negative term. അല്ലേ? ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അന്നൊക്കെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്നും അറിയില്ല എന്ന് ഇനി ആരും പറയില്ലേ മക്കളെ. ഇനി കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം positive terminal to the negative terminal. Okay. So I have named the conductor as AB. So AB is the conductor. So in AB, current flows from where to where? Direction പറയാൻ പറഞ്ഞാൽ എവിടെ എങ്ങോട്ടെന്ന് പറയും? A to B. അതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിൽ ഫുള്ളി ഡയറക്ഷൻ പറയാൻ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നിട്ട്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് മീൻസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം A to B. ഓക്കെ. സോ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു, മേശപ്പുറത്തുണ്ടായിരുന്നു. സോ ആൻഡ് ദർ ഇസ് എ കോമ്പസ് നീഡിൽ ഓൾസോ. കോമ്പസ് നീഡിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കോമ്പസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഉണ്ടാവും. അറിയാലോ കോമ്പസ് നീഡിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? അറിയാലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞാൽ? ആ കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ മാഗ്നറ്റ്. അതിനകത്തൊരു മാഗ്നറ്റ് തന്നെ ഉള്ളത് അല്ലേ? അധികം വെയിറ്റ് ഒന്നുമില്ല. ഇറ്റ്സ് എ ലൈറ്റ് മാഗ്നറ്റ്. വളരെ ഫെദർ ടൈപ്പ് ഉള്ളൊരു മാഗ്നറ്റ് തന്നെയാണ് കോമ്പസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി. സോ ദാറ്റ് ഇസ് ഓൾസോ ഹാസ് നോർത്ത് സൗത്ത്. ഇങ്ങനെ നോർത്ത് ഓൾ ദി മാഗ്നറ്റ് ഹാസ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഏത് ടൈപ്പ് മാഗ്നറ്റ് എടുത്താലും വൺ ആൻഡ് വിൽ ബി നോർത്ത് ആൻഡ് അനദർ വൺ വിൽ ബി സൗത്ത്. 8ൽ പഠിച്ചാൽ ഇനി അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിവേ ഇങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ട സമയത്ത് he has seen when current is passed through the conductor, this needle gets deflected. Deflected means just starts moving. മൂവിങ് എന്ന് പറയുമ്പോൾ ഒരിടത്തുനിന്ന് എടുത്ത് വേറൊരിടത്തോട്ട് പോയി ഇരിക്കുമല്ല. അതാണ് മൂവിങ് എന്ന് നമുക്ക് പറഞ്ഞാൽ അതാണ് നമുക്ക് മനസ്സിൽ വരിക. ഒരിടത്തുനിന്ന് എണീറ്റ് വേറൊരിടത്തോട്ട് പോയിരുന്നു. ഇതങ്ങനെയില്ല, ജസ്റ്റ് ഡിഫ്ലക്റ്റഡ്. അവിടെ ഇരുന്നിട്ട് എന്ത് ഇങ്ങനെ വിറയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്സിഡൻ്റലി അദ്ദേഹം കണ്ടു കറണ്ട് ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ദ മാഗ്നറ്റിക് നീഡിൽ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ എന്തുകൊണ്ട് വൈ ദിസ് മാഗ്നറ്റിക് നീഡിൽ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്, അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ദാറ്റ്സ് എക്സ്പെരിമെൻറ്റ് ഡൺ ബൈ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. അതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ടിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അവിടെ നിന്നാണ് ഇതങ്ങോട്ട് തുടങ്ങിയത്. ഇനി നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം വൈ ദ മാഗ്നറ്റിക് നീഡിൽ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്. സോ ഞാനിപ്പോൾ ഒരു മാഗ്നറ്റ് ഇവിടെ എടുത്ത് വെച്ചു. ഓക്കെ. സോ ഐ ഹാവ് എ മാഗ്നറ്റ് വിത്ത് മീ. ഈ മാഗ്നറ്റിനെ ഒന്ന് അനക്കണമെങ്കിൽ ഓക്കെ മീൻസ് ഇറ്റ് ക്യാൻ ബി അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ഏതായാലും പ്രശ്നമല്ല. ഇതിനെ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യിക്കണമെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡു? എന്താ ഒരു മാർഗം ഒന്ന് പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞോളൂ. ഇതിനെ എനിക്കൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യിക്കണം, എന്ത് മാർഗമുണ്ട്? ഇന്നെ ടച്ച് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല. തൊട്ട് എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഇതിനൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യിക്കാം. അങ്ങനെയല്ല ടീച്ചർ ഉദ്ദേശിച്ചത്. വേറെ എന്ത് മാർഗമുണ്ട് നമുക്ക് ഇതിനൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യിക്കാൻ? വെരി ഗുഡ്. ഇപ്പോൾ കറക്റ്റാണോ അറിയാതെ പറയേണ്ട ഒരു ധൈര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. എനിക്കും അതാണ് വേണ്ടത്. എല്ലാം കറക്റ്റായിട്ട് പറയുന്നത് എന്തിനല്ലേ? ആ പറഞ്ഞ മോളെ ഇഞ്ചൻ. ഇപ്പൊ നമ്മളെ അട്രാക്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസ് ഇല്ലേ, അന്നേരം നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോ ഈ മാഗ്നറ്റും മൂവ് ചെയ്യുമല്ലോ. വെരി ഗുഡ് വെരി ഗുഡ്. അത് നമുക്ക് ചെയ്യാം അല്ലേ? ഈ ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം അല്ലേ? അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദിസ് ഇത് അയൺ വെച്ചിട്ട് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. വെരി ഗുഡ് ഏഞ്ചൽ. ഇതും അത്ര നല്ല ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ളൊരു ചെറിയ നീഡിലൊന്നും ആവില്ല, കുറച്ച് നല്ല നീഡിലാണെങ്കിൽ മാഗ്നറ്റ് ആണ്. വെരി ഗുഡ്. അപ്പോൾ ദർ ഇസ് ഓൺലി അട്രാക്ഷൻ അല്ലേ ഏഞ്ചൽ? യെസ്, അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ബ്രോട്ട് നിയർ എ മാഗ്നറ്റ് ദർ വിൽ ബി അട്രാക്ഷൻ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, തൊടാതെ തന്നെ ഇതിനെ അനക്കാൻ പറ്റും. അതൊരു വേ ആണ്. അവിടെ ഒരു ലിമിറ്റേഷൻ നമുക്കുള്ളത് ദർ വിൽ ബി ഓൺലി അട്രാക്ഷൻ എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ കൂടെ റിപ്പൾഷൻ ഫോഴ്സ് മീൻസ് ദർ ഷുഡ് ബി മാഗ്നറ്റിക് ഫോഴ്സ് മീൻസ് റിപ്പൾഷനും അട്രാക്ഷനും വേണമെന്നിരിക്കട്ടെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പടി കൂടെ കിടന്ന് ആലോചിച്ച് നോക്കെ എന്ത് ചെയ്യാം. പകുതി എത്തി, ആൻസറിൻ്റെ പകുതി എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി പകുതിയും കൂടെ വേണം. നോർത്ത് പോളും ഉണ്ടല്ലോ. ഏതിനാ? ഈ സബ്സ്റ്റൻസിനോ?
ഇല്ല, ഉണ്ട്. ഈ സബ്സ്റ്റൻസിനില്ല. ഇതൊരു അയണിലാണ്. ഇതൊരു മാഗ്നറ്റായി മാറിക്കഴിയുമ്പോഴാണ് ഇതിന് നോർത്തും സൗത്തും വരിക. ഓക്കെ, മോള് പറഞ്ഞത് വെച്ചിട്ട് ഇതിനൊരു നോർത്ത് സൗത്ത് ഉണ്ടെന്ന് ഇരിക്കട്ടെ എന്നാൽ. ഓക്കെ ഏഞ്ചൽ പറഞ്ഞോളൂ. ഇപ്പൊ ഒരേ ഫോഴ്സ് തമ്മിൽ ചെയ്യുവാണെങ്കിൽ മാഗ്നറ്റ് മൂവും ചെയ്യും, അതിന്റെ കൂട്ടത്തിൽ റിപ്പല്ലും ചെയ്യും, അട്രാക്ഷൻ നടക്കത്തില്ല. വെരി ഗുഡ്. അഞ്ചിൽ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏഞ്ചലിന് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. വെരി ഗുഡ്. ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങനെയൊക്കെ ആലോചിച്ചാലാണ് നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഒക്കെ മുന്നോട്ട് വരിക കേട്ടോ. ഈ ഒരു സബ്സ്റ്റൻസിന് നോർത്തും സൗത്തും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഇതിൻ്റെ നോർത്ത് ഉണ്ടെന്നാൽ എന്ത് ചെയ്തേനെ? മക്കളെ, ഇതിനൊരു നോർത്ത് സൗത്ത് ഉണ്ടെന്നിരിക്കട്ടെ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ആരും മിണ്ടുന്നില്ല. ഓക്കെ, ഇതിന്റെ നോർത്തും അടുത്തടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിച്ചേനെ? റിപ്പൽഷൻ അല്ലേ? ദാറ്റ് മീൻസ് ഇതിനൊരു നോർത്തും സൗത്തും വേണം എന്നാ ഇപ്പൊ ഏഞ്ചലി പറഞ്ഞു വെച്ചു. ഒരു നോർത്ത് സൗത്തുള്ള ഒരു ഓബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ റിപ്പൽഷനും കൂടി നടന്നേനെ. അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടാൽ ഒരു നോർത്ത് സൗത്തുള്ള ഒരു ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് പേരിട്ട് വിളിക്കാം? അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യം കുറച്ചുകൂടെ സിമ്പിൾ ആയില്ലേ? ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ എന്തടുത്ത് കൊണ്ടുവന്നാൽ മതി? വെരി ഗുഡ്. യു ജസ്റ്റ് ബ്രോഡ് നിയർ എ മാഗ്നറ്റ് ടുവേഴ്സ് ദിസ് മാഗ്നറ്റ് അല്ലേ? വേറൊരു മാഗ്നറ്റ് ഇതിനടുത്ത് കൊണ്ടുവന്നാൽ പോരെ? ഓക്കെ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ഒരു മാഗ്നറ്റ് ഇരിപ്പുണ്ട്, അതിനടുത്ത് വേറൊരു മാഗ്നറ്റ് കൂടെ കൊണ്ടുവരിക. അപ്പോൾ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ രണ്ടും നടക്കാം അല്ലേ? സോ ഒരു മാഗ്നറ്റിനെ നമുക്ക് കൈ കൊണ്ടൊന്നും മാറ്റാതെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കാൻ ബ്രിങ് നിയർ അനദർ മാഗ്നറ്റ്. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്കതറിയാം. അത് നമ്മുടെ മനസ്സിൽ വെച്ചേക്കണേ എല്ലാവരും. ഒരു മാഗ്നറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യിക്കാൻ വേറൊരു മാഗ്നറ്റിനെ കൊണ്ടാണ് പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതെല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുക. ഇനി ജസ്റ്റ് കം ടു ദ എക്സ്പെരിമെന്റ് അഗെയിൻ. When current is passed through the conductor AB, the magnetic needle gets deflected. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ അവിടെ എന്തിൻ്റെ പ്രസൻസ് വന്നു എന്നാണ് മീനിങ്? യെസ്, അശ്വിനി പ്രശാന്ത് പറഞ്ഞു. മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്യാം. When current is passed through the conductor AB, the magnetic needle gets deflected. അങ്ങനെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണം? എല്ലാവർക്കും അത് മനസ്സിലായോ? There should be a presence of another magnet there. Then only this magnetic needle gets deflected. മക്കളെ മനസ്സിലായോ? Okay. അപ്പോൾ this compass is a magnet. അത് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ that means there is a presence of another magnet. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് നോക്കി, ഇത് എവിടെയുള്ള മാഗ്നറ്റ് വന്നത്? ഇപ്പോൾ നമ്മൾ മാഗ്നറ്റ് ഒന്നും കൊണ്ട് വന്നില്ലല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് എ മാഗ്നറ്റ്, what happened there? നമ്മൾ മാഗ്നറ്റ് ഒന്നും കൊണ്ട് വന്നില്ല, പക്ഷെ പകരം നമ്മൾ എന്താ ചെയ്തത്? മാഗ്നറ്റ് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ എന്തോ ഒന്ന് ചെയ്തല്ലോ. യെസ്, വെരി ഗുഡ്. അതിലൂടെ കറണ്ട് കടത്തിവിട്ടു അല്ലേ നമ്മൾ ചെയ്തത്? മക്കളെ എല്ലാവർക്കും മനസ്സിലായോ? മക്കളെ ടീച്ചർ പറഞ്ഞത് നോക്കൂ. മാഗ്നറ്റ് ഇത് കറണ്ട് കാര്യം കണ്ടക്ടറിന് അടുത്തൊരു മാഗ്നറ്റ് വെച്ചു. മാഗ്നറ്റിക് നീഡിൽ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് മാഗ്നറ്റ് ദർ. ബട്ട് നമ്മളിവിടെ നോക്കിയാൽ ദർ ഇസ് നോ മാഗ്നറ്റ് ദർ. ഇവിടെ മാഗ്നറ്റ് ഒന്നുമില്ല. But instead of magnet, there is a current carrying conductor is there. Okay, there is a current carrying conductor. So current carrying conductor എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആണ്? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ? ദാറ്റ് ഈസ് അൺഈക്വൽ ടു എ മാഗ്നറ്റ്. ഓക്കെ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന് ഈക്വൽ ആണ്. അതാണ് ഈ സ്റ്റഡി കൊണ്ടുവന്ന കൺക്ലൂഷൻ. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആക്ട് ആസ് എ മാഗ്നറ്റ്. ഇനി ഒന്ന് ആലോചിക്കണം, അതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ടിനെ ബേസ് ആയിട്ട് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഇതിനെ ബേസ് ചെയ്ത് തന്നെ പോകുന്നത്. സോ അതാണ് ഈ രണ്ട് ചാപ്റ്ററും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ക്യാൻ ആക്ട് ആസ് എ മാഗ്നറ്റ്. എല്ലാ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസും ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനുണ്ടാവും. ഓക്കെ,
ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി കേട്ടോ. യു ക്യാൻ പുട്ട് ഇൻ ദി ചാറ്റ് ബോക്സ്, റൈറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, സോ ഇത്രയും നമ്മൾ പറഞ്ഞു. ചാപ്റ്ററിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം ഓൾറെഡി ഫസ്റ്റിൽ പറയുകയാണ്. എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആക്ട് ആസ് എ മാഗ്നറ്റ്. അപ്പോൾ നമ്മളിനി കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലേക്ക് പോവുകയാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഇഫ് ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റ്, ദാറ്റ് മീൻസ് ഒരു മാഗ്നറ്റ് ആണെങ്കിൽ വി ഓൾറെഡി സെഡ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ദർ ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ. So if it is a magnet, there should be magnetic field around it, and there should be magnetic field lines around it. We have to draw it. We should find the direction also. ഒരു ബാർ മാഗ്നറ്റ് എടുത്തപ്പോൾ അതിന് ചുറ്റും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചു, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആർക്കും ചെയ്യണം, ആർക്കും കൂടി ചെയ്യണം, ആർക്ക് ചെയ്യണം? മക്കളെ, ഹലോ, ആ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും? ആരും മിണ്ടുന്നില്ല. 88 പേരുണ്ട്, ഒരാൾ പോലും മിണ്ടില്ല. ഓക്കെ, ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ നേരത്തെ കണ്ടാണ്. ബാർ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മൾ വരച്ചു, അതിൻ്റെ ഡയറക്ഷനൊക്കെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം നമ്മൾ കണ്ടത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഓൾസോ ആക്ട് ആസ് എ മാഗ്നറ്റ്. ഒരു കറണ്ട് കടത്തിവിടുന്ന ഒരു കണ്ടക്ടറും മാഗ്നറ്റിന് ഈക്വൽ ആണ്. അങ്ങനാണെങ്കിൽ നമ്മൾ ഇവിടെ ഇനി എന്തൊക്കെ ചെയ്യണം? വെരി ഗുഡ് അമൃത. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കണം. അതിന് ചുറ്റും ഇതിന് ചുറ്റും ദർ വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. We have to draw the magnetic field lines and we should mark the direction. അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതെല്ലാവർക്കും മനസ്സിലായോ ടീച്ചർ എന്ത് പറയുന്നതാണ്? നമ്മൾ ആദ്യം പഠിച്ചത് ഒന്നുകൂടി പറയണം. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനും അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അത് നമ്മൾ 8th പഠിച്ചാണെന്ന് പറഞ്ഞു. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുപോലുള്ള മാഗ്നറ്റുകളല്ല പഠിക്കുന്നത്, ഇതേപോലുള്ള മാഗ്നറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. That means first we have said a current carrying conductor can act as a magnet. Okay, that means there is magnetic field around a current carrying conductor. So we should draw the magnetic field lines. ഇതേപോലെ അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് വരയ്ക്കാൻ പഠിക്കണം. എന്നിട്ട് we have to find the direction. ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഡയറക്ഷൻ നമ്മൾ ആരോ മാർക്ക് ഇടാനും പഠിക്കണം. അതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് വി ഹാവ് ടേക്കിംഗ് കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം, കറണ്ട് ക്യാരിങ് വയറുകളൊക്കെ നമ്മൾ കണ്ടാണ്. ഇതൊരു സ്ട്രെയിറ്റ് വയറാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് ഇതാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് കണ്ടക്ടർ. നമ്മളിതാ പഠിക്കുന്നത്. നമുക്ക് ആക്ച്വലി 3 ഷേപ്സാണ് കണ്ടക്ടർ പഠിക്കാനുള്ളത്. ഒരു സ്ട്രെയിറ്റ് വയർ, പിന്നെ ഇതിനെ നമ്മൾ വളച്ചങ്ങ് ഒരു സർക്കുലർ ഷേപ്പിലാക്കും, പിന്നെ ഇതിനെ ചുറ്റി നമ്മളൊരു സോളിനോയിഡിൻ്റെ ഷേപ്പിലാക്കും. ഇത് 3 പഠിക്കണം. ഇതിന് 3നും ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനും ഡയറക്ഷൻ മാർക്ക് ചെയ്യാനും പഠിക്കാനുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് നമ്മളൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഈ കണ്ടക്ടർ എങ്ങനെ ഇരിക്കുക? സ്ട്രെയിറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം അതിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിഫ്ലക്ഷനൊക്കെ പറയാനുണ്ട്. അത് ടീച്ചർ റൂളുണ്ട്, റൂള് പറഞ്ഞിട്ടേ പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് നോക്കി അവിടെ ഒരു റൂളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് വിട്ടേക്ക്. So I have taken the first conductor. First conductor side, it is a straight conductor. Okay, I have taken the conductor, let it named as AB. And I want to pass current through this conductor. So what should I do? Current through the conductor. Current pass ചെയ്യാൻ എന്ത് വേണം നമ്മളിത്? We have to connect. We have to connect a battery or a cell you can connect. Okay, and we are switch കൂടെ connect ചെയ്തിട്ടാ. ഞാൻ ഒരു സാധനം കണക്ട് ചെയ്യട്ടെ. ഇങ്ങനൊരു സാധനം അറിയോ? 9th പഠിച്ചാണ്. റിയോസ്റ്റാറ്റ്. വെരി ഗുഡ്. ഇറ്റ് ഇസ് കോൾഡ് എ റിയോസ്റ്റാറ്റ്. എന്തിനാ മക്കളെ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്? വെരി ഗുഡ്. ആരാ അത് പറഞ്ഞത്? ടീച്ചർ കേൾക്കില്ല കേട്ടോ. ആരാ പറഞ്ഞേ? ഓ, വെരി ഗുഡ് അമൃത. റിയോസ്റ്റാറ്റ് we are using to change the regulate to the current by changing the resistance. ഓക്കെ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് നമ്മൾ ഫാനിൻ്റെ റെഗുലേറ്റർ തിരിക്കുന്നത് പോലെ. ഫാനിൻ്റെ റെഗുലേറ്റർ എല്ലാവർക്കും അറിയാലോ.
അതേപോലെ സിമിലർലി ഇറ്റ്സ് ആക്ച്വലി റെഗുലേറ്റർ. ഓക്കെ, ഫാൻ്റെ റെഗുലേറ്റർ തിരിക്കുന്ന പോലെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാം. സ്ലൈഡ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഓൾസോ ചേഞ്ചസ്. മക്കളെ, a battery is there, switch is here, a rheostat is here, and a conductor AB is also here. All these are connected in series or parallel. Nitya said it is series. സീരീസ് തന്നെയല്ലേ? എല്ലാം ഇൻഡിവിജ്വൽ കണക്ഷൻ അല്ലേ മക്കളെ? കണ്ടക്ടർ തീരുന്നിടത്ത് സെല്ല്, സെല്ല് തീരുന്നിടത്ത് സ്വിച്ച്, സ്വിച്ച് തീരുന്നിടത്ത് റിയോസ്റ്റാറ്റ്, റിയോസ്റ്റാറ്റ് കൊണ്ടുവന്ന് വീണ്ടും കണ്ടക്ടർ. സീരീസ് കണക്ഷനാണ് അല്ലേ? ഇതെല്ലാം ഒരൊറ്റ പാർട്ടാണ് അല്ലേ? സോ ഇറ്റ് ഈസ് എ സീരീസ് കണക്ഷൻ. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി വെൻ സ്വിച്ച് ഓൺ വാട്ട് ഹാപ്പൻസ്? Current starts passing through the conductor. What is the direction of current, whether from A to B or B to A? A to B. Current starts flowing from A to B അല്ലേ? അപ്പോൾ കറണ്ട് താഴോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കറണ്ട് ഇതാണ് മെയിനായിട്ട് കണ്ടക്ടർ നമ്മൾ. അപ്പോൾ വെൻ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ എ ബി, magnetic field will be around the conductor AB. When current is passed through AB, there will be magnetic field will be produced around AB. അപ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അറിയാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് അറിയുമോ? ജസ്റ്റ് ബ്രോഡ് നിയർ എ കോമ്പസ് നീഡിൽ. ഒരു കോമ്പസ് നീഡിലിന് അടുത്ത് കൊണ്ടുവന്നാൽ മതി. Then what happens to the compass needle? Yes, it starts deflecting. അത്രയും അറിഞ്ഞാൽ മതി. നമുക്ക് വലിയ എക്സ്പെരിമെൻ്റ് ഒന്നും വേണ്ട. കറണ്ടിൻ്റെ ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നറിയാം. ജസ്റ്റ് ഒരു കോമ്പസ് നീഡിൽ കൊണ്ടുവരിക. സോ വെൻ കോമ്പസ് നീഡിൽ ഗെറ്റ്സ് നിയർ ദ മാഗ്നറ്റ്, നിയർ ദ കണ്ടക്ടിങ് വയർ, ഇറ്റ് സ്റ്റാർട്ട്സ് ഡിഫ്ലക്റ്റിംഗ്. ഡിഫ്ലക്റ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാം ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദിസ് കണ്ടക്ടർ. ഇനി ഇതിൻ്റെ ഷേപ്പ് അറിയണം, ഡയറക്ഷൻ അറിയണം അല്ലേ? അതാണ് നമ്മുടെ പണി. ഉണ്ടെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഷേപ്പ് അറിയണമെങ്കിൽ ടീച്ചർ പറഞ്ഞ പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ ഇതാണ് കറണ്ട് കണ്ടക്ടിങ് വയറെങ്കിൽ നമുക്കത് ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഇപ്പം ഇതിലൂടെ ചെറിയൊരു സെറ്റപ്പിലൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ, അത് വിക്ടേഴ്സിൽ കാണിച്ചാണ്, മറന്നു പോയിട്ടുണ്ടാവും. എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഇതെന്ത് ചെയ്യുക, ഇങ്ങനൊരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് പേപ്പർ, ഇപ്പോൾ ടീച്ചർ പേപ്പർ എടുത്തത് ആക്ച്വലി കാർഡ്ബോർഡ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് എന്ത് അറിയുമോ, ഇതിനകത്തൂടെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ കാർഡ്ബോർഡ് ഇതിനകത്തൂടെ ഇങ്ങനെ കുത്തിയിറക്കുക. പിയേഴ്സ് കാർഡ്ബോർഡ് അറൗണ്ട് ദിസ് വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഇഫ് ഇറ്റ് ഇസ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഇതിന് ചുറ്റും എന്തുണ്ടാവും, ഈ വയറിന് ചുറ്റും എന്തുണ്ടാവും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ദർ വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കാർഡ്ബോർഡ് കുത്തിറക്കിയിട്ട് ജസ്റ്റ് പുട്ട് സം അയൺ ഫയലിങ്സ് ഇൻ ദിസ് പേപ്പർ. ഇതിനകത്ത് നമ്മൾ എന്തൊട്ട് കൊടുക്കണം, ഇങ്ങനെ അയൺ ഫയലിങ്സ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് കൊട്ടി നോക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ വന്ന് ഇങ്ങനെ അറേഞ്ച്ഡ് ആവുന്നത് കാണാം. ഓക്കെ, സോ ആ ഷേപ്പാണ് ശരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഏത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലാണോ അയൺ ഫൈലിങ്സ് അറേഞ്ച് ആവുന്നത്, ദാറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ടീച്ചർ പറഞ്ഞത്. ഇപ്പോൾ കാണിക്കാനത് നിവർത്തിയില്ല, പക്ഷേ ടീച്ചർ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഒന്ന് വരച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതാ ടീച്ചറോട് വരച്ച് വെച്ചിട്ടുള്ളൊരു ഷേപ്പ്. എന്താ ഈ ഷേപ്പ്? എന്താ മക്കളെ, കേട്ടില്ലടാ? ടീച്ചറോട് വരച്ച് വെച്ചിരുന്ന ഷേപ്പും കാണാൻ പറ്റുന്നില്ല പേപ്പറിനകത്ത്. സർക്കിൾസ് ആണ് അല്ലേ? സർക്കിൾസ് അറൗണ്ട് ദ സെൻറ്റർ വിൽ ബി ദ conductor. Okay, as the center as the conductor, we have drawn concentric circles. Same center ആണ്, same centerൽ വെച്ചിട്ടുള്ള concentric circles ആണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് അയൺ ഫയലിങ്സ് അറേഞ്ച് ആവുന്നത് കേട്ടോ. അത് കാണണം എന്നുള്ളവർ ഒന്നുകൂടി ഒന്ന് വിക്ടേഴ്സിൻ്റെ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. ഈ എക്സ്പെരിമെൻറ്റ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ച് വെക്കുന്നത്. വേറെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ച് വെക്കുമല്ല. The iron filings are arranging in this particular order. So we are getting to the conclusion that there is magnetic field around a current carrying conductor, and the shape of the magnetic field is concentric circles. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, ഈ ഒരു പോയിന്റിൽ മാത്രമാണോ ഉള്ളത്? ഇപ്പോൾ വെച്ചിരിക്കുന്ന പോയിന്റിലല്ല, ഇതിൻ്റെ താഴെയും ഇതിൻ്റെ മുകളിലും ഈ ത്രൂ ഔട്ട് ഈ വയർ മൊത്തത്തിൽ എന്തുണ്ട്, ഇതേ കണക്ക് കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് എടുത്താൽ ഈ ഒരു പോയിന്റിന് ചുറ്റും ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. ഈ ഒരു പോയിന്റിനും കാണത്തില്ലേ മക്കളെ? ഇല്ലേ? ഇവിടെ കോൺസെൻട്രിക് സർക്കിൾസ്, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്.
ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് കാണത്തില്ലേ? ആണ്. ആണ്. അത് ത്രൂ ഔട്ട് ദിസ് വയർ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. നമ്മളെല്ലാം കൂടെ ഒന്നും വരച്ച് വെക്കണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രം വരച്ചാൽ മതി. എല്ലാം കൂടെ നമ്മൾ വരയ്ക്കേണ്ട. അതൊക്കെ നമുക്കറിയാം. നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമുക്കറിയാം ഈ വയർ മൊത്തം മാഗ്നറ്റ് ആണ്. ഈ വയറിൻ്റെ എല്ലാ പോയിന്റിലും ഇതേ കണക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ഇതേ കണക്ക് എവിടെ കാർഡ്ബോർഡ് വെച്ചാൽ ഈ വയറിൽ എവിടെ കാർഡ്ബോർഡ് വെച്ചാലും നമുക്ക് ഇങ്ങനെ ഷേപ്പ് ഉള്ളത് കിട്ടും. ഈ വയറിൽ എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങ് വരച്ച് നിർത്താം. എല്ലാ പോയിന്റിലും കൂടി വരയ്ക്കേണ്ട. സോ ജസ്റ്റ് ഡ്രോ കോൺസെൻട്രിക് സർക്കിൾസ് ഔട്ട് ആൻഡ് എനി പർട്ടിക്കുലർ പോയിന്റ്. ഈ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ആക്ച്വലി വരയ്ക്കേണ്ടത്. ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത് നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നുണ്ടോ? കിട്ടുമോ? നിങ്ങളുടെ ബുക്കിൽ നമുക്ക് ഇങ്ങനെ വരച്ചു വെക്കാൻ ബുദ്ധിമുട്ടല്ലേ മക്കളെ? ആണ്. ബിക്കോസ് ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ. നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന 3 ഡയമെൻഷൻ ആണ് അല്ലേ? നമുക്ക് കമ്പി ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുക. ആക്ച്വലി ഈ ബോർഡിൻ്റെ പുറത്തോട്ടാണ് കമ്പി നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഈ പേപ്പർ ശരിക്കും ബോർഡിൻ്റെ പുറത്തോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ ബുക്കിൽ വരയ്ക്കാനോ ബോർഡിൽ വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ ഫിഗർ. ഇറ്റ്സ് ഓൺലി എ 2 ഡയമെൻഷണൽ. ഈ 3 ഡയമെൻഷൻ എടുത്തിട്ട് നമ്മൾ ഈ 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ നമുക്ക് വരച്ച് വെക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ജസ്റ്റ് ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ സ്പേസിൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവണേ കേട്ടോ. അപ്പോൾ വരയ്ക്കാമല്ലോ എല്ലാവർക്കും മക്കളെ? എന്നാൽ പെട്ടെന്ന് വരച്ചോ. റഫായിട്ട് വരച്ചാൽ മതി. പെട്ടെന്ന് വരച്ചോളൂ. ഞാൻ അപ്പോഴേക്കും വരയ്ക്കുമ്പോഴേക്കും ഞാൻ ഒന്ന് അറ്റൻഡൻസും കൂടെ വിളിക്കാം. ഏഞ്ചൽ ഐസക്, then Anju Jose, Archana S, Ardra Anil, Ardra PS, Aromal, Arun Bisan, Ashwini Prashant, Avantika Uday, Bibin Baby, Binoy, Devadatta, Devika Ronald, Dhanush, Feba Jose, then Gael Josh, Gael, Gayatri Devi, Gayatri വരച്ചതും കൂടി ഒന്ന് കാണിച്ചാൽ മോളെ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും വരച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത്രയും ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. വി ജസ്റ്റ് പാസ് ദ കറണ്ട് ത്രൂ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഓക്കെ, സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്തു. ആൻഡ് വി ഫൈൻഡ് ദ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഷേപ്പ് എന്താ നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്ത് കാണണം? ഇതിൻ്റെ തീർന്നു. നമ്മൾ ഇത്രയും പഠിച്ചാൽ മതിയോ? യെസ്, വെരി ഗുഡ്. We have to find the direction also. Okay, direction പറയാൻ നമുക്കിവിടെ നോർത്തും സൗത്തും ഇല്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. There is north and south. It is very easy. നോർത്ത് ആൻഡ് സൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമായിരുന്നു ഡയറക്ഷൻ? ഹരികൃഷ്ണൻ മോനെ, നോർത്ത് സൗത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റുമായിരുന്നു എളുപ്പത്തില്? പറ്റൂല.
പറ്റും പറ്റും. ആ എങ്ങനെ പറ്റും? നമ്മൾ മാഗ്നറ്റിന്റെ കേസിൽ പറഞ്ഞതല്ലേ, എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാം? ആ യെസ്, നോർത്ത് ടു സൗത്ത് എളുപ്പമല്ലാതെ നമുക്ക് അല്ലേ? ഇഫ് യു നോ ദ നോർത്ത് ആൻഡ് സൗത്ത് ഇറ്റ് ഈസ് വെരി ഈസി, യു ക്യാൻ മാർക്ക് ദ ഡയറക്ഷൻ ഫ്രം നോർത്ത് ടു സൗത്ത്. ബട്ട് ഹിയർ ഈസ് നോ നോർത്ത് ആൻഡ് സൗത്ത്. അപ്പം ഇങ്ങനെ നമ്മൾ സർക്കിൾസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർത്തും സൗത്തും അറിയില്ല. അപ്പോൾ നോർത്തും സൗത്തും അറിയാത്തത് കൊണ്ട് വി ഹാവ് ടു ഫോളോ എ റൂൾ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു റൂളല്ല, ദർ ആർ സെവറൽ റൂൾസ്. നമ്മൾ ഇതിനകത്ത് ഒരു റൂൾ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. ആ ഒരു റൂളിൽ ടീച്ചർ പറയാം. ദറ്റ് ഈസ് കോൾഡ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് എല്ലാവരുടെയും അവനവൻ്റെ റൈറ്റ് ഹാൻഡ് അറിഞ്ഞിരിക്കണം. റൈറ്റ് ഹാൻഡ് എടുക്കാൻ പറഞ്ഞാൽ മിക്കവാറും ഉടനെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുന്നവരുണ്ട്. അത് ചെയ്യലും ഈ സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലും അവനവൻ്റെ കൈ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഗേൾസൊക്കെ ആണെങ്കിൽ പിന്നെ നെയിൽ പോളിഷൊക്കെ ഇട്ട് വെക്കും, ഇതാണ് എൻ്റെ ലെഫ്റ്റ് എന്നൊക്കെ അറിയാം. നെയിൽ പോളിഷ് ഇല്ലാത്ത റൈറ്റും നെയിൽ പോളിഷ് ഉള്ള ലെഫ്റ്റ് എന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോറുണ്ട് നോക്കിയാൽ മതി കേട്ടോ. വളു കൈ വെച്ചാൽ ഉണ്ണുന്നവരാണെങ്കിൽ ചോറുണ്ട് നോക്കുക, ഏതാ എൻ്റെ റൈറ്റ് ഹാൻഡ് ഏതാ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ. റൈറ്റ് ലെഫ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കട്ടെ ഈ രണ്ട് ചാപ്റ്ററിലും. ദിസ് റൂൾ ഈസ് കോൾഡ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തമ്പ് എല്ലാവർക്കും അറിയാലോ, അവനവൻ്റെ തമ്പ് അറിഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് അവനവൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പെന്ന് എടുത്ത് എന്നിട്ട് ഫിംഗർ ഒന്ന് എടുത്ത് ജസ്റ്റ് വീഡിയോ ഒന്ന് ഉണക്കി എല്ലാവരും. വീഡിയോ ഓണാക്കി എല്ലാവരും, വീഡിയോ ഓണാക്ക്. Switch on your camera. Show your face. നിങ്ങളുടെ നോട്ട്ബുക്ക് അല്ല, I have to see your face. Not enough time, പെട്ടെന്നാവട്ടെ. ഓണാക്കിയാൽ ഓഫാക്കാതെ, അശ്വിനി ഓഫാക്കാതെ. ഇത്ര പേരേ ഉള്ളൂ ക്ലാസ്സിൽ? 1 2 3 4. ബാക്കി ആരും ഇല്ല? ആ, ആർച്ച, ബിൻഷ, വിസി ടൈറ്റസ്, ഹരികൃഷ്ണൻ പി എസ്. ക്യാമറ ഓണാക്കി എല്ലാവരും ഒന്ന്. നിത്യ, ബിജു, അമൃത എസ് കുമാർ, ധനുഷ് പി സജു, അബിൻ ബിജു. ഇതിലൊക്കെ നിങ്ങളുടെ പേരൻസ് മീറ്റിംഗിൽ ഈ ഒരു വിഷയം പറഞ്ഞതാണ്. ക്യാമറ ഓണാക്കാൻ പറഞ്ഞാൽ ഓണാക്കില്ല എന്ന്. അത് പാടില്ല. ഓണാക്കാൻ പറയുന്നത് ഫുൾ ടൈം ഓണാക്കി ഇടാൻ പറയുന്നില്ല. ആക്ച്വലി ഒരു വീഡിയോ കോളിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ യു ഷുഡ് സ്വിച്ച് ഓൺ യുവർ ക്യാമറ എന്നാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒരിക്കലും ഒരു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല ആരും. അതൊരു പ്രോട്ടോകോളാണ്. നമ്മൾ പിന്നെ നെറ്റ് ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഓഫാക്കി ഇടാൻ സമ്മതിക്കുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്യുക, ക്യാമറ ഓണാക്കുക എന്നുള്ളതാണ് ഒരു വീഡിയോ കോളിൻ്റെ പ്രോട്ടോകോൾ. അറ്റ്ലീസ്റ്റ് ഓണാക്കാൻ പറയുന്ന സമയത്തെങ്കിലും നിങ്ങളത് ഓണാക്കണം. എവിടെ ആർച്ച, എവിടെ ദേവദത്ത്, സോനു എന്താ ഓഫാക്കിയത്? ഏഞ്ചൽ മേരി ഐസക്, അമൽ വിനോദ്, അമൽ ലാൽ, ആലിയ, അലീന, ആദിത്യൻ. ഇപ്പം മാക്സിമം ആൾക്കാർ ഇപ്പോൾ ഓണാക്കിയത്. ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ എത്ര പേര് ഓണാക്കിയെന്ന് അറിയാനായിട്ട്. ദാറ്റ് ഈസ് മാക്സ്വെൽസ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ നിങ്ങൾ ക്യാമറ ഓഫാക്കാൻ ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ ഡയറക്ഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കൊന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡയറക്ഷൻ തെറ്റാണ്, അതുകൊണ്ടാണ്. So to learn the right hand thumb rule, you have to hold the current carrying conductor in your right hand. So നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണ്, നിങ്ങളുടെ പേനയാണ് നിങ്ങളുടെ കണ്ടക്ടർ എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് you just hold your conductor in your right hand. Okay. Says that the thumb points in the direction of current.
നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കറണ്ട് പിടിക്കുന്ന നമ്മൾ ശരിക്കും ആക്ച്വലി കൈ ഇങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും കൈ ഇങ്ങനെ ഒന്ന് വെച്ചേ മക്കളെ. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങളുടെ വലത് കൈ ആയിരിക്കണം. വലത് കൈ ഇങ്ങനെ വെക്കാം. സച്ച് ദാറ്റ് ദ തം ഷുഡ് ബി ഇൻ വൺ. എനിക്ക് നിങ്ങളുടെ കൈ കാണണം കേട്ടോ. നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം. Okay, so the right hand, the thumb should be in the direction of current. Then the all other 4 fingers, നമ്മൾ represent ചെയ്ത മറ്റ് 4 fingers, these 4 fingers represents the direction of the magnetic field. അതാണ് Maxwell's right hand thumb rule എന്ന് പറയുന്നത്. If you hold the current carrying conductor in your right hand such that, മക്കളെ ഓൺ ഓഫ് ആക്കാതെ ക്യാമറ. പറഞ്ഞ അനുസരിക്കാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കാത്തവരുണ്ട്. ഓൺ ആക്കിയവർ ദയവ് ചെയ്ത് ഓഫ് ആക്കരുത്. സോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേന കണ്ടക്ടർ, ഇപ്പോൾ ടീച്ചർ കണ്ടക്ടിങ് വയറാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേന കണ്ടക്ടറാക്കി വെച്ചുകൊണ്ട് യു ജസ്റ്റ് ഹോൾഡ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതാണ് പേനയാണ് നമ്മുടെ കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഈ പർട്ടിക്കുലർ കേസ് നമ്മൾ പറഞ്ഞു കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞു. ദെൻ നിങ്ങളുടെ കയ്യിലെ പേന ഒന്ന് പിടിച്ചിട്ട് എന്നെ ഒന്ന് കാണിക്കണം. നിങ്ങൾ എങ്ങനെയാണ് പേന പിടിക്കുകയാണ്? മീൻസ് പേന പിടിക്കാന്നല്ല, കൈ പിടിക്കുകയാണ്. പേന കണ്ടക്ടറാണ്. ഹിയർ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത്? ഫ്രം A to B means upward or downward? Downward. അപ്പോൾ നിങ്ങൾ എങ്ങനെ കൈ പിടിക്കുക? ഒന്ന് പേന കൈ പിടിച്ച് കാണിച്ചു തന്നെയെന്ന്. യെസ്, അമൃത എസ് കുമാർ കറക്റ്റ്. അശ്വിനി പ്രശാന്ത് കറക്റ്റ് ആണ് കാണിച്ചത്. ആനിസി ടൈറ്റസ് വെരി ഗുഡ്. ഗായത്രി ദേവി കറക്റ്റ്. ഫെബ കറക്റ്റ്. അബിൻ ബിജു കറക്റ്റ്. അച്ഛൻ കെ മനോജ്. സോനു എസ് ഓക്കെ. ദേവദത്ത് ഓക്കെ. ആർദ്രാനിൽ ഓക്കെ. ഇത്രയും പേരെ എന്നെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ളവർ എനിക്ക് പറയാൻ വയ്യ. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. തെറ്റാണോ ശരിയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ആദ്യത്തെ എനിക്ക് ഓക്കെ. ഓക്കെ, സോ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല ക്യാമറ ഓൺ ആക്കാൻ, ഇത് കാണിക്കാൻ. ഓക്കെ, ആർച്ച ആഗ്രഹം ഓക്കെയാണ്. സോനു എസ് കാണിച്ചില്ലല്ലോ മോനെ. ബിജോയ് ഓക്കെയാണ്. ഓക്കെ, സോ ഇനി നമ്മൾ പറയുമ്പോൾ ഇനി വി ഹാവ് ടു, ഇതാണ് സംഭവം അല്ലേ. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി ഈസ് ദെയർ ആൻഡ് വി ആർ ഹോൾഡിംഗ് ഇൻ അവർ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് ദ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ തമ്പ് പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ദ 4 ഫിംഗേഴ്സ് റെപ്രസെൻറ്റ്സ്? നമ്മളിങ്ങനെ മുറുക്കി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. മുറുക്കി പിടിച്ച് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്. ഇത് എങ്ങോട്ടായി 4 ഫിംഗേഴ്സ് ഫീൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കി തന്നെ പിടിച്ചാൽ മതി. ഓക്കെ, ഓപ്പൺ ആക്കി പിടിക്കുമ്പോൾ യു ജസ്റ്റ് സീ ഇൻ ദ റൈറ്റ് ഹാൻഡ്. ഇവിടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് നോർമലി എൻ്റെ ഫിംഗേഴ്സ് അവിടെ വരില്ല. ഇങ്ങനെ വരുമ്പോൾ ദ 4 ഫിംഗേഴ്സ് റെപ്രസെൻറ്റ്സ് ദ ഔട്ട് ഓഫ് ദ ഇതാണോ, ഔട്ട് ഓഫ് ദ ബോർഡാണോ, ഇൻ ടു ദ ബോർഡാണോ എൻ്റെ 4 ഫിംഗേഴ്സ് നിൽക്കുന്നത്? ഈ 4 ഫിംഗേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബോർഡിൽ നിന്നും പുറത്തേക്കാണോ, ബോർഡിൽ നിന്നും അകത്തേക്കാണോ? അകത്തേക്ക്. പുറത്തേക്കല്ലേ അല്ലേ? ആരോ അകത്തേക്കെന്ന് പറഞ്ഞു. മക്കളെ ഇത് നോക്കി, ഇങ്ങനെ കൈ പിടിച്ചാൽ ഈ 4 ഫിംഗേഴ്സ് ബോർഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലല്ലേ നിൽക്കുന്നത് അല്ലേ? ആണോ? ഓക്കെ, സോ യു ഹാവ് ടു മാർക്ക് ദ ഡയറക്ഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ വേണം നിങ്ങൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ. ആരോ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ഈ ഭാഗത്ത് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി ഈ ഭാഗത്താണ് നോക്കുന്നതെങ്കിൽ സിമിലർലി ഞാൻ എങ്ങനെ പിടിക്കേണ്ടി വരും? കൈത ഇങ്ങനെ പിടിക്കേണ്ടി വരും. കണ്ടോ? അതായത് നമ്മൾ ഇങ്ങനെ ചുറ്റിട്ട് മുറുക്കി അങ്ങ് പിടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ മതി. ഈ ഒരു ഭാഗത്ത്, അതായത് കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, what about the direction of my 4 fingers? Where it is into the board or out of the board? എങ്ങോട്ടാ വന്നിരിക്കുന്നത്? ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് എൻ്റെ 4 ഫിംഗേഴ്സ് എങ്ങോട്ടാണ്? ബോർഡിലേക്കാണോ, ബോർഡിന് പുറത്തേക്കാണോ? ഇൻ ടു ദ ബോർഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇതാണ് ഇങ്ങനെ.
ഇങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്. നോർത്തും സൗത്തും ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ബോർഡിൽ മാർക്ക് ചെയ്യുക. ഞാൻ പറയുന്നവരൊന്നും നിങ്ങൾ വരച്ചനുസരിച്ച് നിങ്ങളുടെ വരച്ചതിനകത്ത് മാർക്ക് ചെയ്യുക. ഞാൻ അപ്പം പേര് വിളിക്കുന്ന ആളൊന്ന് പറയണം കേട്ടോ. വരച്ചോളൂ, പെട്ടെന്ന് മാർക്ക് ചെയ്തോളൂ. ജഗത് വരച്ചോ. ജിത്തു അനിൽ, ജിത്തു അനിൽ. ലക്ഷ്മി എസ് വരച്ചോ. നന്ദജ, നന്ദജ വരച്ചോ. നന്ദന വരച്ചോ. ഓക്കെ, അപ്പോൾ ഇത് ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും വരയ്ക്കാം. ഇനി ഞാൻ പറയുന്നത് നേരെ എന്ത് ചെയ്യാം, നിങ്ങൾ നെക്സ്റ്റ് ഫിഗർ വരയ്ക്കുക. ഇപ്പോൾ വരച്ചാലും അതിന് തൊട്ട് താഴെ ഫിഗർ മാറ്റി വരയ്ക്കാം. ഇതൊന്നുമല്ല, നമ്മൾ നേരത്തെ A to B ആണ് കറണ്ട് ഫ്ലോ ചെയ്തെങ്കിൽ B to A കറണ്ട് വരുന്ന രീതിയിൽ വരയ്ക്കുക. Now the current starts from B to A. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷനും മാർക്ക് ചെയ്യുക, ഫീൽഡ് വരയ്ക്കുക കേട്ടോ. പെട്ടെന്ന് വരച്ചോളൂ, ഒരു 3 മിനിറ്റ് പെട്ടെന്ന് വരയ്ക്കാം. നർജിസ, നർജിസ. നിളായസ് ബൈജു, നിസി ടൈറ്റസ്, നോയൽ, നോയൽ ആബ്സെൻ്റ് ആണ്. റൂബിൻ പി എസ്, റൂബിൻ. ശാന്തി, സനിത്ത് സുരേഷ്, സോനു എസ് ബേബി, ശ്രീരഞ്ജിനി, ശ്രേയ സന്തോഷ്, സ്വരൂപ് വർഗീസ്, ശ്വേത സുരേഷ്, ശ്വേത, വിനീഷ്, അഭിമന്യു. 10D ആണ് ഇനി വിളിക്കുന്നത്. അഭിമന്യു, അഭിഷേക്, അഭിഷേക് എ, അബിൻ സന്തോഷ്, അച്ഛക് കെ മനോജ്, ആദിത്യ എം എസ്, അദ്നാൻ മുഹമ്മദ്, അഫ്സൽ, അക്ഷയ വിനയൻ, അൽ അമീൻ, അമൃത പി വസന്ത്, അനക് ദേവ്, അനന്യ ബിജു, അനന്യ. Then Angel Mary Isaac, and BS, and Arati, Archa Babu, Arsha Dev,